പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എൻ്റെ തീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 എന്ന വർഷം നമ്മളോട് വിട പറയാൻ പോവുകയാണ്. 2025 വരവേൽക്കാൻ നമ്മളെല്ലാം സന്തോഷത്തോടെ തന്നെ കാത്തിരിക്കുകയാണ്. എല്ലാം നല്ലത് വരണമേ എന്ന പ്രാർത്ഥന തന്നെയായിരിക്കും എല്ലാവർക്കും. എന്തെല്ലാം ആയാലും ശരി, നമ്മൾ ഈ 2025 വിട പറയുമ്പോൾ നമുക്ക് 2025 നല്ലതുപോലെ ആർദ്രമായി സ്നേഹത്തോടെ ദുഃഖത്തോടെ തന്നെ ദുഃഖം ഉണ്ട് എന്ന് നമ്മളുടെ പ്രകൃതിക്കും മനസ്സിലാവട്ടെ. അങ്ങനെ ഒരു നല്ല ട്രിബ്യൂട്ട് നമുക്ക് നൽകാം. അതായത് കുമാരനാശാൻ്റെ വീണപൂവിലെ 4 വരികളിലൂടെ നമുക്കൊക്കെ നമ്മളുടെ പ്രകൃതിക്ക്, നമ്മളുടെ ഭൂമിക്ക്, നമ്മളെല്ലാം സംരക്ഷിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് ഒരു വിട പറയാം. അതായത് കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞുമിങ്ങ് മണ്ണാകുമീ മലര് വിസ്മൃതിയിലാകുമിപ്പോൾ. എണ്ണീടുമാർക്കുമിതുതാൻ ഗതി സാധ്യമെന്ത്, കണ്ണീരിനാൽ അവനി വാഴ്വുകിനാവു കഷ്ടം, കണ്ണീരിനാൽ അവനി വാഴ്വു കിനാവു കഷ്ടം. അതെ, നമ്മളുടെ 2024 മറഞ്ഞു പോവുകയാണ്. ഒരുപാട് സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒരുപാട് ഉയർച്ചയും നന്മയും എല്ലാം തന്ന 2004 നമ്മൾ വിട പറയുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്നേഹമിശ്രിതമായ ആത്മാർത്ഥമായ ഒരു പുതിയ വർഷം ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ഈ 2025 എന്തെല്ലാം മഴകളാണ് നമ്മുടെ ഈ പ്രകൃതി നമ്മളോട് കാട്ടുന്നത് എന്ന് നമുക്കറിയുകയില്ല. എങ്കിലും നമുക്ക് വിശ്വസിക്കാം. പൂന്താനം പറഞ്ഞതുപോലെ മഴ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ, ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ. അതെ, മായ കാട്ടുന്ന വിലാസങ്ങളുടെ മുൻപിൽ മനുഷ്യൻ ആരായാലും ഏത് വ്യക്തിയായാലും ശരി, കാട്ടുന്ന വിലാസങ്ങളെല്ലാം വെറും ഗോഷ്ഠികളായിരിക്കും. അപ്പോൾ നമ്മൾ ആ മായയെ സ്വീകരിച്ച്, മായയെ പ്രാർത്ഥിച്ച്, മായയിൽ നല്ലത് വരുത്തണമേ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടി 2025 നമുക്ക് വരവേൽക്കാം. ഹാപ്പി ന്യൂ ഇയർ. ഇനി നമ്മുടെ കഥയിലേക്ക് പോവാം. നമ്മുടെ റിച്ച്മണ്ട് സംശയരോഗിയാണ് എന്ന് പറഞ്ഞതിന് ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംശയരോഗികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. ഒരു ഭാര്യയും ഭർത്താവും ഭാര്യയാണ് ഭർത്താവിനെ സംശയിക്കുന്നെങ്കിൽ അതും ചെയ്യും. ഭർത്താവാണ് ഭാര്യയെ സംശയിക്കുന്നെങ്കിൽ അങ്ങനെ പലതും ചെയ്യും. അത് ലോകത്തിൽ നടക്കുന്ന സത്യമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആ സത്യത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ അതിനുള്ള നല്ല മരുന്നുകളെല്ലാം ഉണ്ടെങ്കിലും അത് ഒരു വിവാഹം കഴിച്ച് 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞതിന് ശേഷം ഭാര്യയ്ക്ക് ഒരു സംശയരോഗമുണ്ട്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ പ്രോബ്ലമാണ് എന്നൊക്കെ അത് പറയുമ്പോൾ അവിടെ ആ കുടുംബ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകും. അതുകൊണ്ട് അത് സഹിച്ചും പുറത്തും കുറേ കഴിയുമ്പോൾ മാത്രമേ അതിന് മരുന്നിലൂടെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. കാരണം ഒരു പെണ്ണിനാണ് അങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ടാകുന്നെങ്കിൽ ആണിൻ്റെ വീട്ടുകാർ വല്ലാതെ അങ്ങ് പരിതപിക്കും. രോഗിയായ പെണ്ണിനെയാണ് എൻ്റെ മോന് കെട്ടിക്കൊടുത്തതെന്നും അതവർ പറ്റിച്ചതാണ്, അങ്ങനെയുള്ള നമ്മളെല്ലാം മനസ്സിലാക്കണം, നമ്മളെല്ലാം അറിയണം. ഇത് സത്യമുള്ള കാര്യമാണ്. എല്ലാ മക്കളെയും ഇത് പഠിപ്പിക്കണം. അത് ആണിനാണെങ്കിൽ അത് അത്ര തോനെ ബാധകമാവുകയില്ല. എന്തുകൊണ്ടോ നമ്മുടെ ലോകം അങ്ങനെയാണ്. ആണിൻ്റെ വീട്ടുകാർ അത് വളരെ ഭംഗിയായി ഭദ്രമായി അടച്ചു സൂക്ഷിച്ച് വെച്ചേക്കും. പക്ഷേ പെണ്ണിനാണെങ്കിൽ അത് വല്ലാതെ അങ്ങ് വിലസി പന്തലിച്ച് അത് പ്രശ്നത്തിൻ്റെ പുറത്ത് പ്രശ്നങ്ങളായി അതെല്ലാം ഒരു വിവാഹമോചനത്തിൽ വരെ എത്തിച്ചേർക്കും. അത് സാധാരണ നടക്കുന്ന കാര്യമാണ്.
ഒരു സത്യത്തിൽ ഒരു പെണ്ണും ഒരാണും ഒരു പെണ്ണും വിവാഹിതരാകുമ്പോൾ, ഒരു പെൺകുട്ടി ഒരാണിൻ്റെ മുമ്പിൽ തല കുനിച്ചു കൊടുക്കുമ്പോൾ, ഒരു ആൺകുട്ടി ഒരു പെണ്ണിനെ കൈപിടിച്ച് ചേർത്ത് പിടിക്കുമ്പോൾ ആദ്യം ഓർക്കണം, ആ വിവാഹം എന്ന ആ മംഗളകർമ്മത്തിലൂടെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. ആ ജീവിതം നല്ലതുപോലെ മുമ്പോട്ട് പോയി തന്നെ ജീവിക്കണം. അതായത് ലൈഫ് ഈസ് ടു ലിവ് ടോട്ടലി, മുഴുവനായിട്ട് ജീവിക്കാൻ. അതേ, മൊത്തത്തിൽ എന്തെല്ലാം ഉണ്ടായാലും അതെല്ലാം സഹിച്ചും പുറത്തും സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കിട്ടും ജീവിക്കുമ്പോൾ മാത്രമാണ് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നത്. അവിടെ ക്ഷമിക്കലും സഹിക്കലും ഒക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു സംശയരോഗം ഉണ്ടാകുമ്പോൾ ആദ്യമായി ചിന്തിക്കുന്നത് ആത്മഹത്യ തന്നെയാണ്. ആത്മഹത്യ ചെയ്യണം എന്ന് വെച്ചാൽ ഒരു കല്യാണം കഴിഞ്ഞ് വരുന്ന കുട്ടിക്ക് ശരിക്കും മനസ്സിൽ ആഗ്രഹങ്ങൾ തോന്നും. ഭർത്താവിൻ്റെ വീട്ടിൽ നല്ല സ്നേഹമുണ്ടാവണം, ഭർത്താവിൻ്റെ സ്നേഹമസനമായ പെരുമാറ്റം ഉണ്ടാവണം, നല്ലതുപോലെ അങ്ങനെ ഒരുപാട് മോഹങ്ങൾ തലയിലും മനസ്സിലും കയറ്റി വെച്ചാണ് ഒരു പെൺകുട്ടി ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ സംശയരോഗം ഉണ്ടാകുമ്പോൾ, പലതരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിൽ തോന്നും ആത്മഹത്യ ചെയ്താൽ മതിയെന്ന്. അതായത് മനുഷ്യ മനസ്സിൻ്റെ അടങ്ങാത്ത ആഗ്രഹങ്ങളും വികാരങ്ങളും അത് തല്ലി അമർത്തപ്പെടുമ്പോഴാണ് ഈ ആത്മഹത്യ എന്ന ഒരു വിചാരം ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കണം, വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് ശക്തിയായി തന്നെ മുമ്പോട്ട് പോവാൻ, കരുത്താർജിക്കാൻ നമ്മളുടെ മക്കളെ പഠിപ്പിക്കണം. അതായത് നമ്മൾ തോറ്റുപോകുന്നിടത്ത് കണ്ണു നിറഞ്ഞ സംഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ണ് നിറച്ച സംഭവങ്ങൾ ഒരിക്കലും മറക്കരുത്. അത് ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അതോർത്ത് വീണ്ടും കരയാനല്ല, പക്ഷേ ജീവിതത്തിൻ്റെ വഴിയിൽ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ അത് എടുത്ത് ഉപയോഗിക്കണം എന്ന് തന്നെയാണ്. അവിടെ നമ്മൾ തോറ്റുപോകരുത്. ആ ഒരു അനുഭവം നമ്മുടെ മനസ്സിലുണ്ടാവുമെങ്കിൽ നമ്മൾ തോറ്റുപോവുകയില്ല എന്ന് നമ്മൾ മക്കളെ പഠിപ്പിക്കണം. ശരിക്കും കുട്ടികളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാം അറിഞ്ഞും കേട്ടും കണ്ടും ഒക്കെ കുട്ടികൾ പഠിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. വെറുതെ അങ്ങൊരു ജീവിതം പാഴാക്കി കളയാനുള്ളതേ അല്ല. ഒരു ജീവിതം തുടങ്ങിയാൽ അത് നല്ലതുപോലെ തന്നെ ജീവിക്കണം എന്നൊരു വിശ്വാസം എല്ലാ മക്കളിലും, ആണിലായാലും പെണ്ണിനായാലും ഉണ്ടാക്കി തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു കുടുംബം, അതിലൂടെ ഒരു നല്ലൊരു സമൂഹം, അതിലൂടെ നല്ലൊരു രാജ്യം ഇതൊക്കെ ഉണ്ടാകാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഓരോ സമയത്തും വേണമെങ്കിൽ സ്വീകരിക്കാനും വേണ്ട എന്ന് തോന്നുമ്പോൾ കളയാനും ഉള്ളതേ അല്ല ഒരു ജീവിതം. നല്ല ജീവിതത്തിന് വേണ്ടി എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ വർഷം വീണ്ടും ഒന്ന് ആശംസിക്കാം. കാരണം ജീവിതം വല്ലാതെ അങ്ങ് പാഴായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും, എല്ലാ കുട്ടികൾക്കും നല്ല വികാരങ്ങളും വിചാരങ്ങളും, അവരിലേക്ക് നല്ല വിദ്യാഭ്യാസം എല്ലാവരും കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അവർക്ക് നല്ല കാര്യങ്ങൾ മനസ്സിലിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മളെല്ലാം മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിന് ധൈര്യം സംഭരിപ്പിച്ച് തന്നെ വളർത്തി കൊടുക്കണം. നമ്മുടെ മറിയ അങ്ങനെ വളർന്ന ഒരു കുട്ടി തന്നെയായിരുന്നു. റിച്ച്മണ്ടിൻ്റെ ഈ സംശയരോഗം കണ്ടപ്പോൾ അവൾ വലുതായൊന്നും പതറിയതില്ല. അവൾക്കറിയാം അവൾ ജീവിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. ഞാൻ ജീവിച്ച് തന്നെ എൻ്റെ ജീവിതം തീർക്കണം. കാരണം സൈലാസ് അവളെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് അവൾ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. റിച്ച്മണ്ടിനെ കഴിയുന്നത്ര സ്നേഹിച്ചും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തും അവൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ റിച്ച്മണ്ടിന് എന്തൊക്കെയായാലും ശരി, കാരണം നമ്മൾ മനസ്സിലാക്കണം, പണ്ടൊരു ചൊല്ലുണ്ട്, ജാത്യാലുള്ളത് തേച്ചാൽ പോകില്ല എന്ന്. അപ്പോൾ ജന്മനാ ഉള്ളൊരു ഗുണം അത് ആരെല്ലാം തേച്ച് മിന്നിക്കാൻ ശ്രമിച്ചാലും അത് അവിടെ തന്നെ കിടക്കും. എടുക്കേണ്ടടുത്ത് അത് ഉപയോഗിക്കും. അപ്പോൾ റിച്ച്മണ്ടിൻ്റെ മനസ്സിൽ അങ്ങനെ ആ സംശയരോഗം പലപ്പോഴും വരാറുണ്ടെങ്കിലും മറിയത്തിൻ്റെ സ്വഭാവം കാണുമ്പോൾ അയാൾക്ക് ഒന്നും പറയാനോ അവളെ ശകാരിക്കാനോ വിഷമിപ്പിക്കാനോ തോന്നാറില്ല. എങ്കിലും അവസരം കിട്ടുമ്പോഴെല്ലാം അവളുടെ പെരുമാറ്റം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അങ്ങ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. മാത്രവുമല്ല, നല്ല ഒരു ഡ്രസ്സിട്ട് അവൾ എവിടെയെങ്കിലും പുറത്തു പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാൾ ചോദിക്കും, നീ ആരെ കാണിക്കാനാണ്
ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. അതും മറിയത്തിന് വിഷമമുണ്ടാക്കുമെങ്കിലും ഭർത്താവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി അവൾ അങ്ങനെ ഒരുപാട് നല്ലതായ വസ്ത്രങ്ങളൊന്നും ധരിക്കാറില്ല. നല്ല പോലെ ആഗ്രഹമുള്ള കുട്ടിയായിരുന്നു, ഉള്ളത് കൊണ്ട് വൃത്തിയായി ഭംഗിയായി നടക്കണമെന്ന്. പക്ഷേ ഭർത്താവിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ ഭർത്താവിനെ മുഷിപ്പിക്കരുത്, ദേഷ്യം പിടിപ്പിക്കരുത്, ജീവിതം എനിക്കുള്ളതാണ് എന്ന് ഒരു ബോധം അവൾക്കുള്ളതുകൊണ്ട് അവൾ അങ്ങനെ തന്നെ ജീവിക്കാൻ തുടങ്ങി. എല്ലാവരും അങ്ങനെ ജീവിക്കണം എന്നൊന്നും അല്ല അതിനർത്ഥം. ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. അതായത് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും ഏറ്റവും നല്ല മനോഹരമായ ഒരനുഭവം. ആ അനുഭവം നമ്മൾക്കുണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മളായി തീരുന്നത്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ പോകുമ്പോൾ, അടിമത്തം ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും വല്ലാത്ത സങ്കടവും വിഷമവും ഒക്കെ തോന്നും. എങ്കിലും ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ്, അത് പാഴാക്കി കളയാനുള്ളതല്ല എന്ന് മറിയം വല്ലാതെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അവളങ്ങനെ സന്തോഷമായി സുഖമായി രണ്ടുപേരും ജീവിച്ചു. അവർക്ക് അങ്ങനെ പറയത്തക്ക തരത്തിലുള്ള ഒരു വിനോദങ്ങളും ഉണ്ടായിരുന്നില്ല. രാവിലെ റിച്ച്മണ്ട് പോകും, മറിയം അവരുടെ എല്ലാ ജോലികളും ചെയ്ത് വൃത്തിയായി വൈകുന്നേരമാകുമ്പോഴത്തെ എല്ലാം ചെയ്ത് ഭംഗിയായി ഭർത്താവിനെയും പ്രതീക്ഷിച്ച് ഇരിക്കും. ആ ഒരു പ്രതീക്ഷ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നും. പക്ഷേ റിച്ച്മണ്ടിന് അങ്ങനെ ഒരു സന്തോഷമേ തോന്നാറില്ല. അയാൾ എല്ലാം നിസ്സംഗമായി അതൊക്കെ പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തോടു കൂടി തന്നെ അയാൾ മുമ്പോട്ട് പോയി. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ മറിയത്തിന് ഗർഭിണിയാവുകയാണ്. മറിയം ഗർഭിണിയായപ്പോൾ മറിയത്തിന് വല്ലാത്ത അസ്വാരസ്യങ്ങളും ഛർദിലും എല്ലാം തോന്നി. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അതിനെപ്പറ്റി വലുതായ ധാരണയൊന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ പോലെ ഉടനെ അങ്ങ് പെൺകുട്ടികളുടെ പീരിയഡ്സിൻ്റെ ദിവസം കഴിയുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിക്കുക എന്നൊരു പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അത് കഴിയുമ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നിയാൽ അത് ഗർഭമാണ് എന്ന് ധരിക്കുന്ന കാലഘട്ടം. അങ്ങനെ അവൾ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അയാൾക്ക് സന്തോഷം തോന്നി. കാരണം എന്തെന്നാൽ അവളിങ്ങനെ അവശതയായി ചടച്ച് വീട്ടിൽ കിടക്കും. ആരോടത്തും സംസാരിക്കാനോ മിണ്ടാനോ പറയാനോ പോവില്ല. അത് കഴിയുമ്പോൾ ഒരു 10 മാസം കഴിയുമ്പോൾ ഒരു കുഞ്ഞുണ്ടാവും. പിന്നെ ആ കുഞ്ഞിൻ്റെ വളർത്തലാവും അവളെ ശ്രദ്ധ. അങ്ങനെ ഓരോരോ ശ്രദ്ധ മാറി മാറി വരുമ്പോൾ അവൾക്ക് ആരോടും മിണ്ടാനും പറയാനും നേരം കാണത്തില്ല എന്നൊക്കെ അയാൾ വല്ലാതങ്ങ് വിശ്വസിച്ചു. അവൾ ആ വിശ്വാസത്തെ അവളിലേക്ക് പകർത്തി കൊടുക്കുകയും ചെയ്തു. നിനക്ക് വയ്യാത്തതാണ്, ആരോടും ഒന്നും പ്രവർത്തിക്കാനോ മിണ്ടാനോ ഒന്നും പോകരുത്, സ്വസ്ഥമായി ജോലി ചെയ്തതിന് ശേഷം കിടക്കുകയോ റെസ്റ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് അയാളും ജോലിക്ക് പോകും. മറിയം വല്ലാതെ അങ്ങ് ക്ഷീണിക്കുന്നുണ്ടായിരുന്നു. ആരും ഒന്ന് സംരക്ഷിക്കാനോ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനോ ഇല്ലായിരുന്നു. സംവിധാനങ്ങൾ ഒന്നുമില്ലായിരുന്നു അവർക്ക് അവളെ അമ്മയോട് ചോദിക്കാൻ പോലും. അപ്പോൾ അമ്മയുടെ അടുത്ത് കൊണ്ടുപോവാൻ പോലും റിച്ച്മണ്ട് തുനിഞ്ഞതേയില്ല. മറിയം വല്ലപ്പോഴുമൊക്കെ പറയുമായിരുന്നു, എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം. പക്ഷേ അമ്മയെ കാണാൻ കൊണ്ടുപോയാൽ സൈലാസിനെ കാണും, സൈലാസിനോട് അവൾ മിണ്ടും, സംസാരിക്കും, അവളുടേതായ പഴയ ഓർമ്മകളെല്ലാം അവൾ പൊടി തട്ടിയെടുക്കും എന്ന് റിച്ച്മണ്ട് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്തേക്കൊന്നും കൊണ്ടുപോവാൻ അയാൾ തയ്യാറായതേയില്ല. നിശബ്ദമായ നിമിഷങ്ങളിൽ മറിയം ആരും കാണാൻ ആരുമില്ലായിരുന്നെങ്കിലും ഭർത്താവ് കാണാതെ തേങ്ങി കരയുമായിരുന്നു. കാരണം അമ്മയെ കാണാൻ പറ്റുന്നില്ല. ഈ അവശമായി കിടക്കുമ്പോൾ എന്തെങ്കിലും അമ്മയുടെ അടുത്ത് ആശ്വാസം കിട്ടുമെന്ന് എല്ലാ പെൺകുട്ടികൾക്കും ആഗ്രഹം കാണും. അങ്ങനെ ഒരാഗ്രഹം നിറവേറ്റാൻ പോലും മറിയത്തിന് കഴിഞ്ഞതേയില്ല. എങ്കിലും മറിയം അവളുടെ ഭർത്താവിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. കാരണം ജീവിതം ജീവിക്കാനുള്ളതാണ് എന്ന് അവൾക്ക് അറിയാമായിരുന്നു. എന്തുകൊണ്ടോ അവൾ ആ ഒരു ജീവിതത്തെ വല്ലാതെ അങ്ങ് സ്വയം ഇഷ്ടപ്പെടുകയായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അങ്ങനെ കുറച്ച് ഒരു 4-5 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് അവളുടേതായ അസ്വാരസ്യങ്ങളൊക്കെ മാറി. അവളുടെ വയറ്റിൽ കുഞ്ഞിൻ്റെ ഒരു ചെറിയ തുടിപ്പൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അവൾക്ക് സന്തോഷം തോന്നി. പക്ഷേ റിച്ച്മണ്ട് ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനോ അവളിലേക്കൊന്ന് ചേർന്ന് ആശ്വസിപ്പിക്കാനോ നമുക്കൊരു കുഞ്ഞു വരുമ്പോൾ നമുക്ക് നല്ലതാവും, നമുക്ക് സന്തോഷിക്കാൻ പറ്റും എന്നൊന്നും അയാൾ പറഞ്ഞതേയില്ല. മറിയം അതൊക്കെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അവൾ എപ്പോഴെല്ലാം സൈലാസിനെ ഓർക്കും, സൈലാസ് ആയിരുന്നെങ്കിൽ
എന്നെ അടുത്ത് പിടിച്ചിരുത്തുമായിരുന്നെന്നും എന്നെ സ്നേഹിക്കുമായിരുന്നും എന്നെ താലോലിക്കുമായിരുന്നും എന്നൊക്കെ അവൾ ആഗ്രഹിക്കും. അത് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന കാര്യമാണ്. തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ കൊടുക്കാൻ ഉത്തരവാദിയായ ഒരു പുരുഷൻ അതിൽ സ്നേഹവും വാത്സല്യവും അതിലേക്കാളുപരി ഒരു പരിഗണനയും കൊടുക്കുമ്പോൾ ഏതൊരു പെണ്ണിനും സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ റിച്ച്മണ്ട് അതിനൊന്നും തയ്യാറായതേയില്ല. മറിയം അങ്ങനെ അതും ഒറ്റയ്ക്ക് സഹിച്ച് മുമ്പോട്ട് പോവുകയാണ്. ബാക്കി കാര്യം ഞാൻ പിന്നീട് പറയാം. നന്ദി, നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഒരു പുതിയ വർഷത്തെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഐശ്വര്യത്തോടെ എല്ലാവർക്കും ക്ഷേമം ഉണ്ടാക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടെ സ്വീകരിക്കാം. നന്ദി, നമസ്കാരം.